viewers, welcome back to our channel. പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള മുത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു നെക്ലസ് ആണ്. അധികം മെറ്റീരിയൽസ് ഒന്നും വേണ്ട, മുത്തും കുന്താനും മാത്രം മതി. നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്തൊക്കെയാ നോക്കാം. മുത്ത് വേണം, സൂചി, നൂല്, പിന്നെ കുന്താൻ വൈറ്റ് കളർ ആണ് യൂസ് ചെയ്യുന്നത്, ബാക്ക് ചെയിൻ, ജംപ് റിങ്സ് അതായത് വട്ടക്കണ്ണി. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റിന് നൂലും സൂചിയും എടുത്തിട്ട് നമുക്ക് കോർക്കാം. മുത്ത് കോർക്കാം, പിന്നെ ഒരു കുന്താൻ കോർക്കാം, ഒരു മുത്ത് ഒരു കുന്താൻ, അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് കോർക്കാം. അപ്പോൾ ചെറിയ സൈസ് മുത്ത്, വലിയ സൈസ് മുത്ത്, രണ്ട് സൈസിൽ മുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുന്താൻ, മുത്ത് എല്ലാം വൈറ്റ് കളറാണ്. നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നൂലിൻ്റെ ലെങ്ത്ത് അവരൊരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലെങ്ത്ത് വേണോ മാലയ്ക്ക് അതിനനുസരിച്ചിട്ട് ത്രെഡിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കാം. ഞാനിത് ബാക്ക് ത്രെഡ് ഇടുന്ന കാരണം ഒരുപാട് ലെങ്ത്ത് എടുക്കുന്നില്ല. ഇപ്പോൾ ബാക്ക് ചെയിൻ ഇല്ലാതെ ഈ ഡിസൈൻ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ സാരിയുടെ കൂടെയൊക്കെ ഇടാൻ ലോങ് ആയിട്ട് വേണമെന്നുണ്ട് പറഞ്ഞാൽ അത്രയും നൂലെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരേ ഡിസൈൻ തന്നെ ഒരു മുത്ത് ഒരു കുന്തൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോർക്കാം. ഒരു ലെയർ ചെറിയ മുത്താണ് യൂസ് ചെയ്യുന്നത്, മുകളിൽ വരുന്ന ഭാഗത്ത് ചെറിയ മുത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കോർക്കുന്നത് നോക്കാം. പിന്നെ സിംഗിൾ സ്റ്റോൺ കുന്തനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിളിന് പകരം ഡബിൾ സ്റ്റോൺ ആയിട്ടുണ്ടാവും, വേറെ കളറിൽ അല്ലെങ്കിൽ ഡബിൾ കളറിലുണ്ടാവും. ഇപ്പോൾ സ്റ്റോണിൻ്റെ കളറ് ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ താഴെ ബ്ലാക്ക്, അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ അല്ലെങ്കിൽ റെഡ് ആൻഡ് ഗ്രീൻ അങ്ങനെ നിറയെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കളേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ലെയർ, ഇതിപ്പോൾ ഞാൻ 2 ലെയർ മുത്ത് കോർത്തതുപോലെ ഡബിൾ സ്റ്റോൺ കുന്തനാണെങ്കിൽ നമുക്ക് 3 ലെയർ മുത്ത് കോർത്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ലെയർ മുത്ത് നമ്മൾ കംപ്ലീറ്റ് കോർത്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ റിട്ടേൺ പോകും അടി കൂടെ. ഈ കുന്താൻ്റെ മുകളിൽ നമ്മൾ മുത്ത് കോർത്ത പോലെ അടിഭാഗത്തു കൂടെ നമ്മൾ കോർക്കുകയാണ്. അപ്പോൾ ഈ മുകളിൽ ചെറിയ മുത്താണ് നമ്മൾ കോർത്തിരിക്കുന്നത്. നമ്മൾ താഴോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ ബീഡ്സ് ആണ് യൂസ് ചെയ്യുക. എന്നാലേ ഇത് കുറച്ചിങ്ങനെ ചരിഞ്ഞു വളഞ്ഞിരിക്കുള്ളൂ, അല്ലെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളയാതിരിക്കും. നമ്മൾ പാദസരമൊക്കെ ഉണ്ടാക്കാനാണ് അങ്ങനെ 2 സൈഡിലും ഒരേ വലുപ്പത്തിലുള്ള മുത്ത് യൂസ് ചെയ്യാം. മാലയാവുമ്പോൾ നമ്മൾ ഒരേ സൈസിൽ യൂസ് ചെയ്താൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല ഇട്ടാൽ. അപ്പോൾ നമ്മൾ മുകളിൽ ചെറിയ ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ താഴെ അതിനേക്കാൾ കുറച്ച് വലിയ ബീഡ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ലെയർ കൂടി കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാലയാണിത്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കുന്തനാണെങ്കിലും മുത്താണെങ്കിലും ഇഷ്ടമുള്ള കളറ് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇഷ്ടമുള്ള കളറൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നെക്ലസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉള്ള അത്രയും കുന്താൻ ഈ സെയിം കളർ എടുക്കുമ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ആ ഉള്ളത് വെച്ചിട്ട് ചെയ്തപ്പോൾ ഈ നെക്ലസിൻ്റെ വലിപ്പമാണ് വരുന്നത്. അപ്പോൾ ലോങ് ആയിട്ട് വേണമെന്നുണ്ട് പറഞ്ഞാൽ ശരിക്കും ഈ ബാക്ക് ചെയിൻ, ഈ ബാക്ക് ത്രെഡ് ഞാൻ പുറകിലിടുന്നുണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ മുത്ത് മാത്രം ഇതേ ഡിസൈൻ തന്നെ ലോങ് ആയിട്ട് കോർത്തെടുക്കാം. അത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പട്ട് സാരിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കസവ് സാരിയുടെ കൂടെയൊക്കെ ഇട്ടാൽ സൂപ്പറായിരിക്കും. സിംഗിൾ സ്റ്റോൺ കുന്താൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ആയ കാരണം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ തോന്നി എന്നാൽ പിന്നെ ആദ്യം ഈ ഒരു വീഡിയോ ചെയ്ത ശേഷം നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ഡിസൈൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ഉറപ്പ് തന്നെയാണ്. എല്ലാവർക്കും പൊതുവെ മുത്തിൻ്റെ എന്ന് പറയുമ്പോൾ വളയായാലും മാലയായാലും കമ്മലായാലൊക്കെ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യുക. കമൻറ്റ്സ്, സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഇവിടെ കോർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ത്രെഡ് ഉണ്ടല്ലോ, 2 ത്രെഡും കൂടി ചേർത്ത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് വെക്കാം. ഇപ്പോൾ സംഭവം കഴിഞ്ഞു. നമുക്ക് ജംപ് റിങ് എടുത്ത് ബാക്ക് ത്രെഡ് അതിൽ കോർത്ത് കണക്ട് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ത്രെഡാണ് നല്ലത് കുറച്ചുകൂടി. ഇനി ചെയിനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചെയിനും യൂസ് ചെയ്യാം.
നമുക്ക് ചെയിനും കിട്ടും. ഈ ബാക്ക് ത്രെഡ് എന്ന് പറയുമ്പോൾ ഈ ത്രെഡിന് 10 രൂപയാണ് കേട്ടോ വില. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടാവും, ബ്ലാക്ക് സിൽവർ കളറൊക്കെ ഡിസൈനൊക്കെ ഉണ്ടാവും. അതിനൊക്കെ 15-20 രൂപയൊക്കെ ഉണ്ട് വില. ഇതിന് 5-10 രൂപയൊക്കെയാണ്. നമ്മൾ ഹോൾസെയിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ 5 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ സിംഗിൾ പീസൊക്കെ ആകുമ്പോൾ 10 രൂപയൊക്കെ ആവും. പിന്നെ ഗോൾഡൻ കളർ ചെയിനും കിട്ടും, ബാക്ക് ചെയിൻ. അതിന് 30 രൂപ. ഇതേ ലെങ്ത്തിൽ വരികയാണെങ്കിൽ ഒരു 30 രൂപയൊക്കെ ആവും. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.